ವೀಕ್ಷಕರೇ ನಮಸ್ತೆ. ಒಂದು ವಿಶೇಷ ಅತಿಥಿಯೊಂದಿಗೆ ನಮ್ಮ ವೀಕ್ಷಕರ ಮುಂದೆ ಬರ್ತಾ ಇದ್ದೇವೆ. ಸಾಧನೆಗೆ ಅಸಾಧ್ಯವಾದುದು ಯಾವುದೂ ಇಲ್ಲ, ಸಾಧಿಸುವ ಛಲ ಬೇಕು. ಅಂತಹ ಒಬ್ಬ ಮಹಾನ್ ವ್ಯಕ್ತಿಯೊಂದಿಗೆ ಇವತ್ತು ನಮ್ಮ ವೀಕ್ಷಕರ ಮುಂದೆ ಸುದ್ದಿ ಬರ್ತಾ ಇದೆ. ನಮ್ಮ ಪಕ್ಕ ಈ ಸುಳ್ಯದ ಪಕ್ಕ ಹೊಸದುರ್ಗ ಇದೆ. ಕೇರಳದ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯಲ್ಲಿರುವಂಥ ಹೊಸದುರ್ಗದ ಬಳಾಲ್ ಎನ್ನುವಂಥ ಒಂದು ಪ್ರದೇಶದಲ್ಲಿ ಹುಟ್ಟಿ ಬೆಳೆದು ಅಸಂಖ್ಯ ಕಷ್ಟಗಳನ್ನು ಪಟ್ಟು ಬದುಕಿನ ಎಲ್ಲ ಸವಾಲುಗಳನ್ನು ಸ್ವೀಕರಿಸಿ ಒಂದು ಕಾಲದಲ್ಲಿ ಬೀಡಿ ಕಾರ್ಮಿಕನಾಗಿ, ಅಂಗಡಿಗಳಲ್ಲಿ ಸೇಲ್ಸ್ಮ್ಯಾನ್ ಆಗಿ, ಆ ಬಳಿಕ ಬದುಕಿನಲ್ಲಿ ಅನೇಕ ಸವಾಲುಗಳನ್ನು ಸ್ವೀಕರಿಸಿ, ಆದರೆ ಪ್ರಸ್ತುತ ದೂರದ ಅಮೇರಿಕಾದಲ್ಲಿ ಡಿಸ್ಟ್ರಿಕ್ಟ್ ಜಡ್ಜ್ ಆಗಿ ಕರ್ತವ್ಯವನ್ನು ನಿರ್ವಹಿಸ್ತಾ ಇರುವಂಥವರು ನಮ್ಮ ಪಕ್ಕದವರೇ ಎನ್ನುವುದು ನಮಗೆ ಹೆಮ್ಮೆ. ಹಾಗಾಗಿ ಅವರ ಲೈಫ್ ಜರ್ನಿ ಎನ್ನುವಂಥದ್ದು ನೀವಿವತ್ತು ವಿಕಿಪೀಡಿಯಾದಲ್ಲಿ, ಯೂಟ್ಯೂಬ್ಗಳಲ್ಲಿ ಸಿಗತ್ತೆ. ಬಹುಶಃ ಇಂಥ ಒಂದು ಮಾದರಿ ವ್ಯಕ್ತಿತ್ವವನ್ನು, ಇನ್ಸ್ಪೈರ್ ವ್ಯಕ್ತಿತ್ವವನ್ನು ನಮ್ಮ ಸುಳ್ಯದ ವೀಕ್ಷಕರಿಗೂ ಕೂಡ ಪರಿಚಯಿಸುವುದು ಬಹಳ ಮುಖ್ಯ ಅಂತ ಭಾವಿಸಿಕೊಂಡು ಇವತ್ತು ಅವರನ್ನು ವಿಶೇಷವಾಗಿ ಅಮೇರಿಕದಿಂದ ಈ ಸುಳ್ಯಕ್ಕೆ ಬಂದು, ಸುಳ್ಯದಿಂದ ಸುಬ್ರಹ್ಮಣ್ಯ ಮತ್ತು ಧರ್ಮಸ್ಥಳ ಕ್ಷೇತ್ರ ಸಂದರ್ಶನಕ್ಕೆ ಬಂದು ಪ್ರಸ್ತುತ ಅವರ ಕುಟುಂಬದ ಮಿತ್ರರು, ಬಂಧುಗಳು ಆಗಿರುವಂಥ ಈ ಮಧುವನ ಎಸ್ಟೇಟ್ನಲ್ಲಿ ಅವರು ಬಂದಿದ್ದಾರೆ. ಅವರೊಂದಿಗೆ ಒಂದು ಪುಟ್ಟ ಮಾತುಕತೆ. ಸರ್ ನಮಸ್ತೆ. ನಮಸ್ತೆ ವೀಕ್ಷಕರೇ, ಒಂದು ನಾನು ಆರಂಭದಲ್ಲಿ ಹೇಳಿಬಿಡ್ತೇನೆ, ಅವರಿಗೆ ಮಲಯಾಳಂ ಗೊತ್ತು, ಇಂಗ್ಲೀಷ್ ಗೊತ್ತು, ಬೇರೆ ಎಲ್ಲ ಭಾಷೆಗಳು ಗೊತ್ತು, ಆದರೆ ಕನ್ನಡ ಗೊತ್ತಿಲ್ಲ. ನಮ್ಮ ವೀಕ್ಷಕರಿಗಾಗಿ ನಾನು ಕನ್ನಡದಲ್ಲಿ ಪ್ರಶ್ನೆಗಳನ್ನು ಕೇಳ್ತೇನೆ, ಆದರೆ ಇಲ್ಲಿನ ಅನೇಕ ವೀಕ್ಷಕರಿಗೆ ಮಲಯಾಳಂ ಕೂಡ ಗೊತ್ತಿರೋದ್ರಿಂದ ಅವರು ಮಲಯಾಳಂನಲ್ಲಿ ಉತ್ತರಿಸ್ತಾರೆ. ಅದು ಎಲ್ಲರಿಗೂ ಕೂಡ ಅರ್ಥ ಆಗತ್ತೆ ಎನ್ನುವುದು ನಾನು ಭಾವಿಸ್ತೇನೆ. ಸರ್, ಈ ಪಕ್ಕದ ನಮ್ಮ ಹೊಸದುರ್ಗ, ಸುಳ್ಯ ಮತ್ತು ಹೊಸದುರ್ಗ ಅಂದರೆ ಪಕ್ಕದ ತಾಲೂಕುಗಳು. ಅಲ್ಲಿಯ ಒಂದು ಗ್ರಾಮೀಣ ಪ್ರದೇಶ ಬಳಾಲ್ ಎನ್ನುವಂತಹ ಪ್ರದೇಶದಿಂದ ದೂರದ ಅಮೇರಿಕದವರೆಗೆ ನಿಮ್ಮ ಲೈಫ್ ಜರ್ನಿ ಎನ್ನುವಂಥದ್ದು ತುಂಬ ಅಗಾಧವಾಗಿರುವಂಥದ್ದು, ತುಂಬ ഇൻസ്പയർ ആകിരുವಂಥದ್ದು. ಯಾವ ರೀತಿ ಇದನ್ನು ನೆನಪಿಸಿಕೊಳ್ತೀರಿ? ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിൽ ആദ്യം ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കാസർഗോഡ് ജില്ലയിലെ ബളാൽ എന്ന ഒരു ചെറിയ ഒരു കുഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ അച്ഛനും അമ്മക്കും 6 മക്കളായിരുന്നു. ഇപ്പം ഞങ്ങൾ 5 പേരാണ്. എൻ്റെ മൂത്ത സഹോദരി ഒരു 40 വർഷത്തിന് മുമ്പേ മരിച്ചു. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ, അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരായ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ആദ്യമായി ഒരു ഹൈസ്കൂള് എൻ്റെ വീട്ടിൽ പാസ്സായത് ഞാനാണ്. ഈ ഹൈസ്കൂള് പഠന കാലഘട്ടത്തൊക്കെ മറ്റ് പല ജോലികളും അതോടൊപ്പം തന്നെ എൻ്റെ സഹോദരിമാരുടെ കൂടെ പീഡി ജോലിയൊക്കെ ചെയ്താണ് ഞാൻ ഒരു ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അങ്ങനെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കഴിയുമ്പോൾ ഞാൻ പിന്നെ പഠിത്തം അങ്ങ് നിർത്തി. ഒരു വർഷം കൂലിപ്പണി ഉൾപ്പെടെയുള്ള ബീഡിപ്പണിയും ഒക്കെ ചെയ്ത് ആ ഒരു വർഷക്കാലം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ വലിയൊരു ഒരു ചേഞ്ച് ഉണ്ടാക്കിയ ഒരു വർഷമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി അത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഒരു ബോധ്യം വന്ന ഒരു വർഷമാണ്. ആ ഒരു വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് വിട്ടു നിന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. തൊട്ടടുത്ത വർഷം ഞാൻ ഗവൺമെൻറ് കോളേജ് ഇളയിരുത്തട്ടിൽ വിദ്യാർത്ഥിയായി വീണ്ടും പഠന രംഗത്തേക്ക് വന്ന്, അതിനുശേഷം എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എളരി കോളേജിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ടോപ്പ് 2 പെട്ട ആളാണ് ഞാൻ. അതിനുശേഷം ഞാൻ പയ്യന്നൂർ കോളേജിൽ BA ಪೊಲಿಟಿಕಲ್ ಸೈನ್ಸ್. ಸರ್, ಆಗ ನೀವು ಈ ಸ್ಟಡಿಯನ್ನ ಮಾಡೋದ್ರ ಜೊತೆಗೆ ಬೇರೆ ಕೆಲಸವನ್ನು ಕೂಡ ನಿರ್ವಹಿಸುವಂಥ ಒಂದು ಸ್ಥಿತಿ ಇತ್ತು ಅಂತ. അപ്പോൾ ഡിഗ്രി ഞാൻ പയ്യന്നൂർ കോളേജിലാണ് ചെയ്തത്. അവിടെയും മോശമല്ലാത്ത ഒരു നിലയിൽ ഏറ്റവും ടോപ്പ് 2 റാങ്ക് കിട്ടി ജയിച്ച് വന്നതാണ്. പക്ഷേ ഈ പയ്യന്നൂർ കോളേജിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് 2 ബസ് കയറി വേണം പയ്യന്നൂരേക്ക് എത്താൻ. ഏകദേശം ഒരു 2.5 മണിക്കൂർ ബസ് യാത്ര തന്നെയുണ്ട്. പൊളിറ്റിക്കൽ സയൻസ് എടുക്കണമെന്നൊരു നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ടാണ് ഞാൻ അവിടെ പോയത്. പക്ഷേ ആ സമയത്ത് എനിക്ക് എല്ലാ ദിവസമൊന്നും ക്ലാസ്സിൽ പോകാൻ പറ്റാതെ ചില ദിവസങ്ങളിൽ ക്ലാസ് ലീവാക്കി, പിന്നെ വീക്കെൻഡുകളിലൊക്കെ ജോലി ചെയ്ത് കുടുംബത്തെ സഹായിക്കുന്ന, എൻ്റെ പഠനത്തിനാവശ്യമായ പണം കണ്ടെത്തുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു രസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത്, ഡിഗ്രി ഫസ്റ്റ് ഇയർ എക്സാം ആയ സമയത്ത് ആ കോളേജിൽ മിക്കവാറും എല്ലാ വർഷവും പൊളിറ്റിക്കൽ സയൻസിൽ ഒരു റാങ്ക് കിട്ടാറുണ്ട് യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഒരു വലിയ എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു അറ്റൻഡൻസ് റേഷ്യോ ഒക്കെ നോക്കുമ്പോൾ വളരെ കുറഞ്ഞ അറ്റൻഡൻസ് റേഷ്യോ ആണുള്ളത്. കൊണ്ട് തന്നെ എന്നെ പിന്നെ പരീക്ഷയ്ക്ക് ഇരുത്താൻ പറ്റില്ല എന്നൊരു വാശി ഞങ്ങളുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് കാണിച്ചു. അപ്പോൾ
ഞാൻ അവരോട് പറഞ്ഞത് എനിക്ക് ഈ വർഷം ഒരു അവസരം തന്ന് എൻ്റെ റിസൾട്ട് മോശമായതെങ്കിൽ അടുത്ത വർഷം എന്നെ പരീക്ഷയ്ക്ക് ഇരുത്തണ്ട, എനിക്കൊരു അവസരം തരണം. അതിൻ്റേതായ ഒരു കാരണമുണ്ട്. ഞാൻ കാരണത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയിട്ടില്ല ആ സമയത്ത്. അപ്പോൾ ഫൈനലി എൻ്റെ എന്തോ അവർക്കൊരു മനസ്താപം തോന്നി, എന്നെ പരീക്ഷയ്ക്ക് ഇരുത്തി. ആ വർഷത്തെ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ഞാനാണ്. അപ്പോൾ പിന്നീട് എനിക്ക് തോന്നുന്നത് ടീച്ചേഴ്സിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഇയാൾ വരാത്തത് മറ്റ് സമയത്ത് അയാൾ പണികളൊക്കെ ചെയ്ത്, വീടിപ്പണിയായാലോ മറ്റു കൂലിപ്പണിയൊക്കെ ചെയ്ത് കുടുംബത്തിനെ സഹായിക്കുന്ന ഒരു സ്ഥിതി കൊണ്ടാണ് അയാൾ വരാത്തത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഡിഗ്രി കാലഘട്ടം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ലോ കോളേജിൽ പോയി, പിന്നെ കാലിക്കറ്റ് ലോ കോളേജിലാണ് ഞാൻ ലോ ചെയ്തത്. ആ സമയത്ത് അതിനേക്കാളും കുറേയും കൂടി പ്രയാസപ്പെട്ടൊരു സമയമാണ്. കാരണം 9:30 മുതൽ 3:30 വരെയാണ് ക്ലാസ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ കാലിക്കറ്റ് മറ്റൊരു ജില്ലയാണ്, അവിടുന്ന് ഡെയിലി പോയി വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവിടെ താമസിക്കണമെങ്കിൽ അതിന് കാശ് വേണം. അപ്പോൾ വീട്ടിൽ നിന്ന് സഹായിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ജോലി നിർബന്ധമായിട്ടും വേണം. അങ്ങനെ അവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട അന്നത്തെ ഒരു ഹോട്ടൽ, മലബാർ പാലസ് എന്ന് പറയുന്ന ഹോട്ടലിലെ ഓണറിനെ ഞാൻ നേരെ പോയി കണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഹൗസ് കീപ്പിംഗ് ബോയ് ആയിട്ട് എന്നെ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലെക്സിബിൾ സ്കെഡ്യൂൾ തരിക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ 2 മണി മുതൽ 11 മണി വരെയുള്ള ഷിഫ്റ്റിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 1 മണിക്ക് ശേഷമുള്ള ഒരു ക്ലാസ്സിൽ എനിക്ക് ആ പീരീഡിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കുറേയൊക്കെ സ്വയം പഠിച്ച് അതൊരു ചാലഞ്ചിങ് പീരീഡായിരുന്നു എൻ്റെ വിദ്യാഭ്യാസ രംഗത്ത്. കാരണം ലോ പഠിക്കുമ്പോൾ ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ജോലിയൊക്കെ ചെയ്തു. പക്ഷേ കിട്ടുന്ന പരമാവധി സമയം ഞാൻ പഠനത്തിന് ഉപയോഗിച്ച് നല്ല നിലയിൽ തന്നെ എനിക്ക് ജയിക്കാൻ പറ്റി. അങ്ങനെ LLB കഴിഞ്ഞ് ഞാൻ കാഞ്ഞങ്ങാട് അപ്പുക്കുട്ടൻ വക്കീലിൻ്റെ കൂടെ ലോ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ലോ കഴിഞ്ഞ് ഞാൻ കാഞ്ഞങ്ങാട് അപ്പുക്കുട്ടൻ വക്കീലിൻ്റെ കൂടെയാണ് ഞാൻ പ്രാക്ടീസ് തുടങ്ങി. 10 വർഷം ഞാൻ അവിടെ പ്രാക്ടീസ് ചെയ്തു. ആ ഓഫീസ് എനിക്ക് ഒരുപാട് അവസരങ്ങളാണ് തന്നത്. പിന്നെ കാഞ്ഞങ്ങാട് കോടതിയിലെ ഏറ്റവും കൂടുതൽ കേസ് കൈകാര്യം ചെയ്യുന്നൊരു ഓഫീസിൽ ഒരു ജൂനിയർ എന്ന നിലയിൽ ഒരു പിടി കേസ് കൈകാര്യം ചെയ്യാൻ എൻ്റെ ജീവിതത്തിലെ ഒരു അഭിഭാഷക വൃത്തിയിലൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അത് എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ 2004 ഞാൻ വിവാഹം കഴിച്ചു. അവിടെ നിന്നൊരു 3 മാസം കഴിയുമ്പോൾ എൻ്റെ വൈഫിന് ഡൽഹിയിൽ എസ്കോട്ട്സ് ഹോസ്പിറ്റലിൽ ജോലി കിട്ടി അവർ അങ്ങോട്ട് പോകേണ്ടി വന്നു. പക്ഷെ അത് ನಿಮ್ಮ ലൈഫിനൊന്ന് ടേണിംഗ് പോയിന്റ് ആണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ധാരണ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ തന്നെ നിൽക്കുക, കാരണം എൻ്റെ നല്ല പ്രാക്ടീസ് കളഞ്ഞ് ഞാൻ തൽക്കാലം പോകേണ്ടതില്ല. ഞാൻ ഡൽഹിയിൽ പോയി വന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വൈഫ് പ്രഗ്നൻ്റ് ആയി. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ മുഴുവൻ പ്രാക്ടീസും വിട്ടെറിഞ്ഞ് ഡൽഹിയിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ പിന്നെ പൂജ്യത്തിലേക്ക് വീണ്ടും പോകുന്നൊരവസ്ഥ വന്നു. പക്ഷേ അവിചാരിതമായി എനിക്ക് ഒരു ഓപ്പണിംഗ് വന്നു. 3 വർഷം അവിടെ ഞാൻ പ്രാക്ടീസ് ചെയ്തു, സുപ്രീം കോർട്ടിൽ പ്രാക്ടീസ് ചെയ്തു. നല്ല നിലയിലുള്ള ഒരു പ്രാക്ടീസൊക്കെ വരുമ്പോഴാണ് എൻ്റെ വൈഫിന് അമേരിക്കയിൽ ഒരു ജോലി കിട്ടി. അപ്പോൾ അവർക്ക് അങ്ങോട്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ കാഞ്ഞങ്ങാട് നിന്ന് മുഴുവൻ വിട്ടെറിഞ്ഞ് പൂജ്യത്തിൽ നിന്ന് വീണ്ടും ഡൽഹിയിൽ നിന്ന് തുടങ്ങി 3 വർഷം കഴിയുമ്പോൾ വീണ്ടും പൂജ്യത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് എൻ്റെ കാരിയറിൽ എനിക്കുണ്ടായിരുന്നത്. വൈഫിന് അവിടെ നല്ലൊരു ജോലിയൊക്കെ കിട്ടി. പിന്നെ വൈഫിൻ്റെ ഒരു ഡ്രീമായിരുന്നു അമേരിക്കയിലേക്ക് പോകുക എന്നുള്ളത്. അപ്പോൾ അത് വേണ്ടാന്ന് വെക്കണം എന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അതൊരു മറ്റൊരു വലിയ ചാലഞ്ചിങ്, സുപ്രീം കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകൻ വേഗം ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് അമേരിക്കയിലെത്തുക, പിന്നെ മക്കളുടെ ബേബി സിറ്ററായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ബേബി സിറ്റിംഗ് നടത്തുന്നത് മോശമാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. എൻ്റെ ಮಕ್ಕಳ ನೋಡ್ಕೊಂಡ ഒരു ಉತ್ತರವಾಯಿತುಂಟು. പക്ഷೇ ಪ್ರೊಫೆಷನಲಿ ನಮ್ಮ ವೀಕ್ಷಕರಿಗೆ ಅರ್ಥ ಆಗಿರಬಹುದು ಅಂತ ಭಾವಿಸ್ತೇನೆ. ಬಹುಶಃ ನಮ್ಮ ಭಾರತದಲ್ಲಿ ದೊಡ್ಡ ನ್ಯಾಯವಾದಿಯಾಗಿ ಸೇವೆಯನ್ನು ಸಲ್ಲಿಸಿದಂಥ ಒಂದು ಸಂದರ್ಭದಲ್ಲಿ ಅವರು ಹೇಳಿಕೊಂಡ ಹಾಗೆ ತುಂಬ ನಾನು ವಿವರವಾಗಿ ಇದನ್ನು ಕನ್ನಡದಲ್ಲಿ ಹೇಳ್ತಾ ಇಲ್ಲ, ಯಾಕಂದರೆ ಅರ್ಥ ಆಗಿರ್ಬೋದು. ಆ ಸಂದರ್ಭದಲ್ಲಿ ಅಮೆರಿಕಕ್ಕೆ ಹೋಗಿ ಪುಟ್ಟ ಮಗುವನ್ನು ನೋಡುವಂಥ ಅವಕಾಶ ಅವರ ಮಕ್ಕಳನ್ನು, ಯಾಕಂದರೆ ಅವರಿಗೆ ನರ್ಸ್ ಆಗಿದ್ರು, ಅವರು ಜಾಬ್ ಮಾಡ್ತಾ ಇದ್ರು. ಅಂಥ ಸಂದರ್ಭದಲ್ಲಿ ಈ ವೃತ್ತಿಯಲ್ಲಿ ಮಾಡ್ತಾ ಇರುವಂತಹ ಅವರು ಅಲ್ಲಿ ಹೋಗಿ ಈ ಒಂದು ಜವಾಬ್ದಾರಿಯನ್ನು ಕೂಡ ಮಾಡಬೇಕಾಗಿತ್ತು. ಹಾಗೆ ಅವರು ಶೂನ್ಯದಿಂದ ತುಂಬ ಎತ್ತರಕ್ಕೆ ಹೋಗಿ ಮತ್ತೆ ಅಮೆರಿಕಕ್ಕೆ ಹೋಗುವಂತಹ ಸಂದರ್ಭದಲ್ಲಿ ಮತ್ತೆ ಒಂದು ಶೂನ್ಯವನ್ನ ಅವರು ತಲುಪುವಂತಹ ಸಂದರ್ಭ, ಮತ್ತಿನದು ಚಾಲೆಂಜ್ ಅವರ ಮಾತಲ್ಲಿ ಕೇಳೋಣ ಸರ್. അങ്ങനെ പിന്നെ എനിക്ക് എൻ്റെ വൈഫ് മാത്രമാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാനും കൂടി ജോലി ചെയ്യാതെ ഒരു കുടുംബം പോറ്റാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നു. അഭിഭാഷക വൃത്തി എനിക്കവിടെ പോകാൻ പറ്റില്ല, എനിക്കവിടെ ലൈസൻസ് ഇല്ല. അങ്ങനെ ഞാനവിടെ ഒരു ക്രോഗർ എന്ന് പറഞ്ഞൊരു ഗ്രോസറി സ്റ്റോർ ചെയിൻ ഉണ്ട്. അവിടെ ഞാൻ ഒരു സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ആ സമയത്താണ് ഞാൻ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടത്. ഒരു
ഒരു കോമൺ ലോ പ്രാക്ടീസിങ് രാജ്യത്ത് ആ, കുറച്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് അവിടെ സ്കൂളിൽ പോകാതെ നേരിട്ട് അവിടുത്തെ എക്സാം എഴുതി പാസ്സാകാം. അതിനുള്ളൊരു അവസരമുണ്ട്. അവിടെ പോയി 2 വർഷത്തിൻ്റെ ഉള്ളിൽ അവിടെ പഠിച്ച കുട്ടികളുടെ കൂടെ ഇരുന്ന് എക്സാം പാസ്സാകാൻ പറ്റിയാൽ നമുക്കവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നൊരു നിയമം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി കയറി പിടിച്ച് ഞാൻ സ്വയം പഠിച്ച് അവിടുത്തെ ലൈസൻസിങ് എക്സാം ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. പിന്നെ ഞാൻ ഒരു 100ഓളം ലോ ഫേമിൽ അപ്ലൈ ചെയ്തു. ആരും എന്നോട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും ഇത്രയേറെ ഒരു യാത്ര നമുക്ക് നടത്താൻ പറ്റി, ഇനി സ്വന്തം പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ സ്വന്തം പ്രാക്ടീസ് PKS ലോ ഫേം എന്ന് പറഞ്ഞിട്ടൊരു ലോ ഫേം എസ്റ്റാബ്ലിഷ് ചെയ്ത് ഞാൻ പ്രാക്ടീസ് തുടങ്ങി. പക്ഷേ ആ സമയത്ത് എനിക്കൊരു US വിദ്യാഭ്യാസം കുറച്ചുണ്ടായാൽ നല്ലതായിരിക്കും എന്നൊരു ധാരണയിൽ ഞാൻ അവിടെ മാസ്റ്റേഴ്സ് ഇൻ്റർനാഷണൽ ലോയിൽ മാസ്റ്റേഴ്സ് ചെയ്തു. ഒരു നല്ലൊരു പേപ്പർ പബ്ലിഷ് ചെയ്യാൻ പറ്റി എനിക്ക്, ക്രൈംസ് ഓഫ് അഗ്രഷൻ എന്ന് പറഞ്ഞിട്ട് ഇൻ്റർനാഷണൽ ക്രൈംസ് ഓഫ് അഗ്രഷനിലൊരു പേപ്പർ പബ്ലിഷ് ചെയ്തു. പിന്നെ കുറേ ജേർണലിലൊക്കെ ഞാൻ എഴുതി. പ്രാക്ടീസ് കുഴപ്പമില്ലാതെ പോകുന്ന സമയത്താണ് അവിടെ ഉള്ള എൻ്റെ പ്രാക്ടീസിൽ എനിക്ക് തോന്നിയ ചില ഇഷ്യൂസിൽ എനിക്ക് തോന്നിയത് അവിടെയുള്ള ചില ജഡ്ജിമാരുടെ കാര്യം കുറേയും കൂടി നല്ലൊരു ജഡ്ജായി എനിക്ക് ചിലപ്പോൾ ശോഭിക്കാൻ പറ്റുമായിരിക്കും. ഒരുപിടി പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ചില വിധികളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെതിരെ പരാതി പറയുന്നതിന് പകരം അതിലൊരാളെ മാറ്റി കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു ജഡ്ജി, ന്യായാധിപൻ അങ്ങനെ ആകാം എന്ന് കാണിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നൊരു ധാരണ എനിക്ക് വന്ന സമയത്താണ് ഞാൻ ഇലക്ഷനിലേക്ക് പോകാൻ തീരുമാനിച്ചത്. അമേരിക്കയിൽ ജഡ്ജസിനെ ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ പിന്നെ 2022 തെരഞ്ഞെടുപ്പിൽ നിലവിലെ സിറ്റിംഗ് ജഡ്ജിനെതിരെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നോമിനിയായി വരാൻ, അന്ന് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നോമിനിയാണ് അവിടെ സിറ്റിംഗ് ജഡ്ജി, അതേ പാർട്ടിയിൽ തന്നെ അയാൾക്കെതിരായി ഞാൻ മത്സരിച്ച് പ്രൈമറിയിൽ അദ്ദേഹത്തെ ഞാൻ പരാജയപ്പെടുത്തി. ജനറൽ ഇലക്ഷനിൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി 2022 നവംബറിൽ ഞാൻ ജഡ്ജായി വന്നു. ഞാൻ തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് ഒരുപാട് ബാക്ക്ലോഗുള്ള ഒരു കോടതിയായിരുന്നു അത്. എൻ്റെ ആദ്യത്തെ ഒരു ടേം, ആദ്യത്തെ 4 വർഷം കൊണ്ട് അവിടെയുള്ള ബാക്ക്ലോഗൊക്കെ ഞാൻ റെഡ്യൂസ് ചെയ്യും, കുറച്ച് കൊണ്ടുവരും എന്നൊരു വാഗ്ദാനം ഞാൻ കൊടുത്തിരുന്നു. 4 വർഷത്തിന് പകരം ആദ്യത്തെ 2 വർഷം കഴിയുമ്പോൾ ഞാൻ ബാക്ക്ലോഗ് റെഡ്യൂസ് ചെയ്തെന്ന് മാത്രമല്ല, അവിടെ ബാക്ക്ലോഗ് ഇല്ലാത്ത ഒരവസ്ഥയിൽ ഉണ്ടാക്കി. കഴിഞ്ഞ 3 വർഷം ആ കൗണ്ടിയിൽ 10 ജില്ലാ കോടതികളിൽ ഏറ്റവും കൂടുതൽ കേസ് തീർപ്പാക്കിയ, ഏറ്റവും കൂടുതൽ കേസ് വിചാരണ നടത്തിയ ഒരു ജഡ്ജാണ് ഞാൻ. എൻ്റെ ഒരു റെക്കോർഡ് എടുത്ത് നോക്കുമ്പോൾ 1976 ആദ്യമായി ആ കൗണ്ടിയിൽ ഒരു ഡിസ്ട്രിക്ട് കോർട്ട് വന്നത്. 1976 ശേഷം ഏറ്റവും കൂടുതൽ കേസ് ട്രയൽ നടത്തിയ ഒരു വർഷമാണ് എൻ്റെ ആദ്യത്തെ വർഷം. എൻ്റെ രണ്ടാമത്തെ വർഷം എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ വർഷത്തിനേക്കാളും കൂടുതൽ ട്രയൽ നടത്തിയ വർഷമാണ്. എൻ്റെ മൂന്നാമത്തെ വർഷം എന്ന് പറയുന്നത് ആദ്യത്തെ 2 വർഷത്തിനേക്കാളും കൂടുതൽ ട്രയൽ നടത്തിയ. അപ്പോൾ ഈ 3 വർഷവും ഏറ്റവും കൂടുതൽ കേസ് കൈകാര്യം ചെയ്ത ഒരു കോടതിയായി എൻ്റെ കോടതിനെ മാറ്റാൻ എനിക്ക് പറ്റി. അതുകൂടാതെ ഈ ഒരു പീരീഡിൽ ആ കൗണ്ടിയുടെ ചരിത്രത്തിലാദ്യമായി ബാർ അസോസിയേഷൻ അവരുടെ മീറ്റിങ്ങിൽ ഒരു ജഡ്ജിനെ ഓണററി ജുഡീഷ്യൽ മെമ്പർ ഓഫ് ദി ബാർ എന്നൊരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്ത് എന്നെ നോമിനേറ്റ് ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജനങ്ങളോട് എന്താണോ പറഞ്ഞത് അത് മുഴുവൻ പ്രാവർത്തികമാക്കാൻ, അതിലേറെ ചെയ്യാൻ എനിക്ക് പറ്റി. അപ്പോൾ ഈ ഒരു വർഷം എന്ന് പറയുന്നത് എൻ്റെ റീ എലക്ഷൻ, അടുത്ത 4 വർഷത്തേക്കുള്ള റീ എലക്ഷൻ്റെ ഒരു ക്യാമ്പയിൻ തുടങ്ങുന്നൊരു സമയമാണ്. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ കഴിഞ്ഞ 3.5 വർഷത്തെ പെർഫോമൻസ് റീ എലക്ഷൻ വലിയ ബുദ്ധിമുട്ടില്ലാതെ ജയിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് പ്രൈമറിയിൽ ഞാൻ അൺഅപ്പോസ്ഡാണ്. മാർച്ചിലാണ് പ്രൈമറി നടക്കുന്നത്. അതിലെനിക്ക് എതിരാളികളില്ല. പക്ഷേ നവംബറിൽ എനിക്കൊരു എതിരാളി ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് പിന്നെ എനിക്ക് ജയിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ യാത്രയിൽ എന്നെ സഹായിച്ച ഒരുപാടുണ്ട്. അതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. എൻ്റെ കുടുംബം, എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ അയൽവാസികൾ, എൻ്റെ സഹപാഠികൾ, എൻ്റെ സുഹൃത്തുക്കൾ, ഇവരുടെയൊക്കെ നിർലോഭമായ സഹകരണം, ചില സമയത്ത് സഹായങ്ങൾ, വീണുപോകും എന്ന് തോന്നുന്ന സമയത്ത് ഒന്ന് കൈപിടിച്ച് വളർത്താൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില ആളുകൾ, എനിക്കൊരു പരിചയമില്ലാത്ത ചില ആളുകളൊക്കെ എൻ്റെ ജീവിതത്തിലെ സഹായഹസ്തങ്ങളായി വന്നിട്ടുണ്ട്. അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഈ വിജയത്തിൻ്റെ ഒരു കാരണം. അവരൊക്കെ എല്ലാ സമയത്തും നന്ദിയോടെ സ്മരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് എൻ്റെ ജീവിതവും എൻ്റെ ഈ ഒരു സ്റ്റോറിയും
ഒരു പുതിയ തലമുറക്ക് ഒരു ഇൻസ്പിറേഷൻ ആകുമെങ്കിൽ എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത്, നിങ്ങൾ ആരാകണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. അങ്ങനെ നിങ്ങൾ ആരാകണം എന്ന ഒരു സ്വപ്നം, ഒരു വലിയ സ്വപ്നം കണ്ട് ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ഒരു യാത്ര തുടങ്ങുമ്പോൾ നിശ്ചയദാർഢ്യം എന്ന ഒന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് എഗെയിൻ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരാകണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ಓಕೆ, ಬಹುಶಃ ಅವರ ಕೊನೆ ಮಾತುಗಳು ನೀವು ಏನಾಗಬೇಕು ಎನ್ನುವಂಥ ನಿರ್ಧಾರವನ್ನು ನೀವು ಮಾಡಬೇಕು ಅಂತ. ಯಾಕೆಂದರೆ ಸ್ವತಃ ಸುರೇಂದ್ರನ್ ಸರ್ ಅವರು ಏನಾಗಬೇಕು ಅಂತ ಅವರು ನಿರ್ಧಾರ ಮಾಡಿ ಎಲ್ಲ ಸವಾಲುಗಳನ್ನು ಸ್ವೀಕಾರ ಮಾಡಿ ಇವತ್ತು ದೂರದಲ್ಲಿ ಜಡ್ಜಿನಂಥ ಒಂದು ದೊಡ್ಡ ಜವಾಬ್ದಾರಿಯ ಹುದ್ದೆಯಲ್ಲಿದ್ದು, ಈಗಾಗಲೇ ಅವರು ಹೇಳಿದಾಗೆ ಒಂದು ದಾಖಲೆ ಸಂಖ್ಯೆಯಲ್ಲಿ ಟ್ರಯಲ್ಗಳನ್ನು ಮಾಡಿದವರು. ಯಾಕೆ ಸರ್ ತಮಗೆ ಒಂದು ന്യായവാദി ಅಥವಾ ഈ ಒಂದು വ്യവസ്ഥയിൽ ಕೆಲಸ ಮಾಡಬೇಕು ಅಂತ ತಮಗೆ ಯಾಕೆ ಅನ್ನಿಸಿತು? ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾക്ക് 6 മക്കളാണ് ഞങ്ങൾക്കുണ്ടായിരുന്നതെന്ന്. എൻ്റെ മൂത്ത സഹോദരി ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അതൊരു വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം ആണ്. അത് അന്നും ഇന്നും ഒരേപോലെ എൻ്റെ മനസ്സിനെ വലിയ നിലയിൽ അലട്ടുന്ന ഒരു സംഭവമാണ്. ആ മരണത്തിൽ ഞങ്ങളുടെ കുടുംബത്തിന് നീതി കിട്ടിയിട്ടില്ല എന്നൊരു വിശ്വാസമാണ് അന്നും ഇന്നും എനിക്കുള്ളത്. അപ്പോൾ അങ്ങനെ നീതി നിഷേധിക്കപ്പെട്ട ആളുകൾക്ക് നീതി ലഭ്യമാക്കാൻ കഴിയുന്ന ഒരാളായി എനിക്ക് മാറാൻ പറ്റുമെങ്കിൽ അത് എൻ്റെ കുടുംബത്തോടും എൻ്റെ സമൂഹത്തോടും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സേവനമായിരിക്കുമെന്നൊരു ധാരണയാണ് പിൽക്കാലത്ത് ഒരു അഭിഭാഷകനാകണം, അതിനപ്പുറം ഈ സമൂഹത്തെ ഒന്ന് സേവിക്കാൻ ആവശ്യമായ ഒരു നിലയിലേക്ക് വളരാൻ എനിക്ക് കഴിയണം എന്നൊരു ധാരണ എനിക്കുണ്ടാക്കിയത്. ಪ್ರಿಯ ವೀಕ್ಷಕರೇ, ತಮ್ಮ ಮನೆಯವರಿಗೆ ಅಥವಾ ತಮ್ಮ ಕುಟುಂಬದವರಿಗೆ ಚಿಕಿತ್ಸೆ ಸಿಗಲಿಲ್ಲ ಎನ್ನುವಂಥ ಕಾರಣಕ್ಕಾಗಿ ಆಸ್ಪತ್ರೆ ಕಟ್ಟಿದಂಥ ಅನೇಕ ಉದಾಹರಣೆಗಳನ್ನು ನಾವು ಕೇಳಿದ್ದೇವೆ. ಆದರೆ ತನ್ನ ಬದುಕಿನಲ್ಲಿ ಅತ್ಯಂತ ಪ್ರೀತಿಸ್ತಾ ಇರುವಂಥ ಸಹೋದರಿಯ ಸಾವಿಗೆ ನ್ಯಾಯ ಸಿಗಲಿಲ್ಲ ಎನ್ನುವ ಕಾರಣಕ್ಕಾಗಿ ಒಬ್ಬ ನ್ಯಾಯವಾದಿಯಾಗಿ ಆ ಕ್ಷೇತ್ರದಲ್ಲೇ ಮುಂದುವರಿದ ಒಂದು ಅಪರೂಪದ ವ್ಯಕ್ತಿತ್ವ ಸುರೇಂದ್ರನ್ ಸರ್. ಬಹುಶಃ ಅದನ್ನು ಅವರು ಹೇಳಿದರು. ಅವರು ಸಣ್ಣದಿರುವಾಗ ಅವರ ಸಹೋದರಿ ನಿಧನರಾಗ್ತಾರೆ. ಆ ಸಾವಿಗೆ ಸಂಬಂಧಪಟ್ಟ ಹಾಗೆ ಇನ್ನೂ ಕೂಡ ನ್ಯಾಯ ಸಿಗಲಿಲ್ಲ ಎನ್ನುವುದು ಅವರ ಅವತ್ತು ಮತ್ತು ಇವತ್ತು ಅವರ ಮನೋಭಾವ. ಹಾಗಾಗಿ ಸ್ವತಃ ಅವರು ನ್ಯಾಯವಾದಿಯಾಗಿ ಇವತ್ತು ಒಬ್ಬೊಂದು ಜಡ್ಜ್ ಸ್ಥಾನದಲ್ಲಿದ್ದಾರೆ. ಬಹುಶಃ ಇಂಥ ಅನೇಕ ಟ್ರಯಲ್ಗಳನ್ನು ಅವರು ಕೂಡ ಅವರ ಬದುಕಿನಲ್ಲಿ ಕಾಣಲಿಕ್ಕೆ ಸಾಧ್ಯ ಆಗಿರ್ಬೋದು. ಹಾಗೆಲ್ಲ ಅವರ ಸಹೋದರಿಯ ನೆನಪು ಕೂಡ ಅವರಿಗೆ ಆಗ್ತಾ ಇರ್ಬೋದು. ಮುಂದಿನ ಗುರಿ, ಮುಂದಿನ ലക്ഷ്യം സർ? അങ്ങനെ ഇപ്പോഴുള്ള എൻ്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് റീഇലക്ഷൻ ജയിക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന്, ഇനി വരുന്ന തലമുറയെ എന്നിൽ, ഇപ്പോൾ ഞാൻ അമേരിക്കയിലാണ് താമസിക്കുന്നത്. ഞാനൊരു ഫസ്റ്റ് ജനറേഷൻ അമേരിക്കനാണ്. അപ്പോൾ അവിടെ ഒരുപാട് കുട്ടികൾ ജനിച്ച് വളരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് പോയി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എന്നെപ്പോലുള്ള ഒരാൾക്ക് ഒരു ഡിസ്ട്രിക്ട് ജഡ്ജൊക്കെ ആകാൻ പറ്റിയാൽ, അവിടെ ജനിച്ചു വളർന്ന നമ്മളുടെ ഇന്ത്യൻ അമേരിക്കൻ ആയിട്ടുള്ള കുട്ടികൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരു പദവി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അവർക്ക് കുറേയും കൂടി മെച്ചപ്പെട്ട, കുറേയും കൂടി ഉന്നതിയിലേക്ക് എത്താൻ ആവശ്യമായ ഒരു ഇൻസ്പിറേഷൻ എൻ്റെ ഈ പദവി കൊണ്ടും എൻ്റെ ഈ സ്റ്റോറി കൊണ്ടും പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്ന, അവർക്ക് സ്വപ്നം കാണാൻ ഒരു മോട്ടിവേഷൻ, ഒരു ഇൻസ്പിറേഷൻ ആവാൻ സാധിക്കുക, അത് കഴിയണം എന്നുള്ളതാണ്. പിന്നെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്കറിയില്ല ഇനി ഈ ഒരു പദവി കൊണ്ട് തന്നെ എൻ്റെ ഈ ന്യായാധിപ ജീവിതം അവസാനിപ്പിക്കണമോ, അതോ ഇതിനപ്പുറത്തേക്ക് കുറേയും കൂടി വിപുലമായ നിലയിൽ ഉള്ള ഒരു ന്യായാധിപ പദവിക്ക് വേണ്ടി മത്സര രംഗത്തൊക്കെ പോകണം. ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ഇതുവരെ ഒരു ഗൗരവമായ ചിന്ത ഇപ്പോൾ നടത്തിയിട്ടില്ല. കാരണം പ്രാഥമികമായി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതാണ് എൻ്റെ അടിയന്തരമായ ലക്ഷ്യം. സർ, ഒമ്മೆ ಗೆದ್ರೆ ಅದು ಎಷ್ಟು ವರ್ಷ സർവീസ്? എത്ര കൊല്ലം? ഒരു ടേം എന്ന് പറയുന്നത് 4 വർഷമാണ്. അപ്പോൾ എല്ലാ 4 വർഷം കൂടുമ്പോഴും തെരഞ്ഞെടുപ്പ് നടത്തണം. അതുകൂടാതെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ മറ്റേതെങ്കിലും പദവിയിലേക്ക് മത്സരിക്കണമെന്ന് തോന്നിയാൽ, ഇപ്പോൾ അമേരിക്കയിൽ ഇലക്ഷൻ നടക്കുന്നത് എവറി 2 ഇയറിലാണ്. എൻ്റെ ടേം 4 വർഷത്തേക്കാണ്. അപ്പോൾ
ഞാൻ എൻ്റെ ടേം കഴിയാത്ത പീരീഡിലാണ് പിന്നെ ഞാൻ മത്സരിക്കുന്നതെങ്കിൽ എൻ്റെ പദവി നിലനിർത്തിക്കൊണ്ട് തന്നെ എനിക്ക് മത്സരിക്കാം. അല്ല, എൻ്റെ ഇലക്ഷൻ സൈക്കിളിലാണതെങ്കിൽ ഇത് ഒഴിവാക്കിയിട്ട് വേണം ഞാൻ മറ്റേതെങ്കിലും പൊസിഷനിലേക്ക് മത്സരിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ഇലക്ഷൻ സൈക്കിളാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പദവിയിൽ തന്നെ മത്സരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ സർ, സുള്ളിയിൽ മുമ്പ് വന്നിരുന്നോ? അങ്ങനെ സുള്ളിയെ പറ്റി? ഇല്ല, ഞാൻ ഇതാദ്യമായിട്ടാണ് ഈ മേഖലയിലേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ 2-3 ക്ലാസ്മേറ്റ്സും ഞാനും ഹൈസ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ച ആളുകളാണ് എൻ്റെ കൂടെ ഇന്ന് വന്നത്. ഞങ്ങൾ ഒരു രാവിലെ പുറപ്പെട്ട് 1-2 ക്ഷേത്രത്തിൽ പോകണം എന്നൊരു ധാരണയിലാണ് ഇറങ്ങിയത്. പക്ഷേ അതിൽ നിന്ന് 4 ക്ഷേത്രങ്ങൾ പിന്നെ സന്ദർശിക്കാനും, ഒരു സ്കൂളിൽ പോയി ഒരു പ്രസംഗം നടത്താനും, ഒരു കോളേജിൽ പോയി ഒരു ഇൻ്റർവ്യൂ കൊടുക്കാനും, ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു ഇൻ്റർവ്യൂ നടത്താനും, അതിനുശേഷം ഈ വീട്ടിലിരുന്ന് ഡിന്നർ കഴിക്കാനൊക്കെയുള്ള ഭാഗ്യം ഒരു പ്രതീക്ഷയ്ക്കൊക്കെ അപ്പുറത്തേക്കുള്ള ഒരു വലിയ അനുഭവമാണെന്ന് ഒറ്റ ദിവസം കൊണ്ട് എനിക്കുണ്ടായത്. അതിന് സാക്ഷിയായ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായ മുഴുവൻ ആളുകളോടും ഉള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ಓಕೆ ಪ್ರಿಯ ವೀಕ್ಷಕರೇ, ಪ್ರೇರಣೆಗೆ ಅಥವಾ ಇನ್ಸ್ಪೈರ್ಗೆ ಯಾವುದೇ ರಾಜ್ಯಗಳ ಹಂಗಿಲ್ಲ, ದೇಶದ ಹಂಗಿಲ್ಲ ಅಥವಾ ಭಾಷೆಯ ಹಂಗಿಲ್ಲ. ಅದೆಲ್ಲವನ್ನ ಮೀರಿ ಸುರೇಂದ್ರನ್ ಕೆ ಪಟೇಲ್ ಇವರು ಇವತ್ತು ಇಡೀ ಭಾರತದ ಹೆಮ್ಮೆಯಾಗಿ ಅಮೇರಿಕಾದಲ್ಲಿ ತನ್ನ ನ್ಯಾಯದಾನದ ಸೇವೆಯನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದಾರೆ. ಅವರು ಮತ್ತೆ ಚುನಾವಣೆಯಲ್ಲಿ ಗೆದ್ದು ಬರಲಿ, ಮತ್ತೆ ಅಲ್ಲಿ ಸೇವೆ ಸಲ್ಲಿಸುವಂಥ ಅವಕಾಶ ಇರಲಿ, ಅದು ಭಾರತಕ್ಕೆ ಹೆಮ್ಮೆಯಾಗಲಿ ಅನ್ನೋದು ನಮ್ಮ ಆಶಯ ಕೂಡ. ಥ್ಯಾಂಕ್ ಯು ಸರ್. ಥ್ಯಾಂಕ್ ಯು. ಆತ್ಮೀಯ ವೀಕ್ಷಕರೇ, ಕೇಳಿದ್ರಲ್ಲ, ಒಂದು ಇನ್ಸ್ಪೈರ್ ಆಗಿರುವಂಥ ಒಂದು ವ್ಯಕ್ತಿತ್ವವನ್ನು ನಾವು ನಮ್ಮ ವೀಕ್ಷಕರಿಗೆ ಪರಿಚಯ ಮಾಡಿಕೊಟ್ಟಿದ್ದೇವೆ. ಈ ಸಂದರ್ಶನ ನಡೆದಿರುವಂಥದ್ದು ಮಧುವರದ ಭಾಸ್ಕರ್ ನಾಯರ್ ಅವರ ಮನೆಯಲ್ಲಿ. ಸುದ್ದಿ ಬಳಗದ ಗಣೇಶ್ ಗೊಕ್ಕುದಡಿ ಜೊತೆ ದುರ್ಗಾಕುಮಾರ್ ನಾಯ್ಕೆ, ಸುದ್ದಿ ನ್ಯೂಸ್.